നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി വേറൊന്നും ചെയ്യാനില്ലല്ലോ മോളെ. ഞാനെന്നാ പോയിക്കോട്ടെ. അവരടച്ചല്ലോ അല്ലേ? ആ അടച്ചു. ആ എങ്കിലും നമുക്കും അടച്ചേക്കാം. ശാരികേ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? കഴിക്കാനൊന്നും ഇല്ലേന്ന്. ഒന്നുമില്ലല്ലോ സാറേ, ഊണിന്റെ സമയം കഴിഞ്ഞു. എന്നാൽ ചായ ആവാം. ചായക്ക് സമയമായിട്ടില്ല, പാല് വരണം. എങ്കിലും ഒരു കട്ടൻ ചായയെങ്കിലും കിട്ടുമോ? ചേച്ചി, ഒരു കട്ടൻ ചായ എടുക്ക്. മോളൊന്ന് നിന്നേ. മോളോട് സംസാരിക്കാൻ കൂടിയാ ഞാൻ വന്നത്. എനിക്ക് മനസ്സിലായി സാറേ, കട്ടൻ ചായക്ക് പ്രതിഫലമായിട്ടേ കാശ് മതി, ഉപദേശം വേണ്ട. ആരെ ഉപദേശിക്കാനാ? നാളെ ഇതുപോലെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ആലോചിച്ച് ഒന്ന് സംസാരിക്കാന്ന് കരുതി, അത്രമാത്രം. ശാലിനി ഈ കടയ്ക്ക് തീ വെക്കുന്ന പറഞ്ഞത് കൊണ്ടല്ലേ സാർ അങ്ങനെ പറഞ്ഞത്? ഹൃദയശ്രീ കത്തുവാണെങ്കിലേ അതിനുള്ളിൽ ഈ ശാരിക കൂടെ കാണും സാറേ. ഒരുമിച്ച് ഗൂഢാലോചന നടത്തുന്നവരോട് അതും കൂടി ഒന്ന് പറഞ്ഞേക്ക്. ആരെയും പറഞ്ഞു നന്നാക്കാൻ ഞാൻ ആളല്ല. അങ്ങനെയാണെങ്കിൽ നിന്നെയല്ലേ ഞാൻ ആദ്യം നന്നാക്കേണ്ടത്. ഞാൻ പറഞ്ഞത് എന്റെ കാര്യം തന്നെയാ. വൈകിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. ഹൃദയത്തിന് ചില അറ്റകുറ്റപ്പണികളുണ്ട്. 3-4 സ്റ്റെന്റുകൾ ഇട്ടിട്ടുള്ളതാ. ഇനിയും താങ്ങുമെന്ന് ഡോക്ടർമാർക്ക് തന്നെ സംശയമുണ്ട്. ചായ. മരിച്ചു കഴിയുമ്പോ തങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഒന്നും ബാക്കി വെക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതാ മക്കളില്ലാത്തവരുടെ സങ്കടമേ. അങ്ങനെ വിഷമിക്കുമ്പോ ചന്ദ്രമതി പറയും, ശാരദാമ്മയുടെ മക്കള് നമ്മുടെയും മക്കളല്ലേ എന്ന്. ആ മക്കളെ കാണാനാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടുംബശ്രീയിലേക്ക് ഓടി വന്നിരുന്നത്. നിങ്ങൾ 3 ആദ്യമായിട്ട് അക്ഷരം പറഞ്ഞു തന്നത് ഈ ഞാനാ. ആ ബഹുമാനം ശാരദാമ്മ എന്നും എനിക്ക് തന്നിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ ഇല്ലാത്തതുകൊണ്ട് ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. സംശയത്തിന്റെയോ കളങ്കത്തിന്റെയോ സ്ഥാനമില്ലായിരുന്നു ആ ബന്ധത്തിന്. അല്ലാതെ ബാലചന്ദ്രൻ പറയുന്നത് പോലെ അല്ല അത്. ഞാനിത് പറയുന്നത് നാളെ ഞാനില്ലാതായാലും ശാരദാമ്മയെ നീ സംശയിക്കരുതെന്ന് പറയാൻ മാത്രമല്ല. രക്തബന്ധം ഇല്ലാത്തവര് തമ്മിൽ ഒരു സഹോദര ബന്ധം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവന് അത്തരം ഒരു ബന്ധം ഉണ്ടാക്കാനും പറ്റില്ല മോളെ. ബാലചന്ദ്രനെ നീ സൂക്ഷിക്കണം. അപ്പോ അതാണ് സാറിന്റെ ദൗത്യം, എന്നെയും ബാലട്ടനും തമ്മിൽ പിണക്ക. ലോകത്താര് വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല സാറേ. മുമ്പ് മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ ശാരദാമ്മ പറയുമായിരുന്നു, കുറുപ്പ് സാറ് നല്ല ചുട്ട അടി കൊടുത്ത് അവരെ നേരെയാക്കാൻ. ഇപ്പോ അതിനുള്ള പ്രായം കഴിഞ്ഞു പോയല്ലോ. ഒരിക്കൽ നമ്മളെല്ലാവരും കുട്ടികളായിരുന്നു. ചിലർക്കേ അത് ഓർമ്മയുള്ളൂ എന്ന് മാത്രം. ഇതാ കാശ് ഇവിടെ വെച്ചിട്ടുണ്ട്. സാറേ, ബാക്കി കുറച്ച് കടം കിടന്നോട്ടെ. ബന്ധം മുഴുവൻ മുറിക്കണ്ട. സാധനമാണല്ലോ. ഓ
എൻ്റെ പൊന്നോ. ആ, ഈ മദ്യപാനെ ആരോഗ്യത്തിന് ഹാനികരല്ല എന്റെപ്പാ. അതുകൊണ്ടാ. അല്ലെങ്കിൽ തന്നെ നീ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പൊ നിന്റെ എല്ല് വെള്ളാവാത്തതേ ഞാൻ നിന്റെ പ്രായത്തിനെ മാനിക്കുന്നുണ്ടാ. എന്നാ പിടിച്ചോ. ാണ് വിഷ്ണു, ഞാൻ 5 കോടി രൂപ തിരിച്ചു ചോദിച്ചപ്പോ എന്റെ അമ്മയോട് നീ എന്താടാ പറഞ്ഞേ? വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോളാൻ. കൊടുക്കാൻ പറ്റുന്ന കയ്യിന് തിരികെ വാങ്ങിക്കാനും അറിയാടാ. വിഷ്ണു, അതിന് നീ സത്യഭാമയും തമ്മിൽ ഒരു ബന്ധമില്ലെന്നല്ലേ പറഞ്ഞിരുന്നത്? ഈ സിംഹക്കുട്ടി ഒന്ന് കാട് ചുറ്റാൻ ഇറങ്ങിയാലേ അത് കുറുക്കന്റെ മോനാവോടാ. കാണുന്നവർക്കറിയാം അത് സിംഹക്കുട്ടി തന്നെയാണെന്ന്. അറിയാത്തവരും അറിയും. ഇല്ലെങ്കിൽ അറിയിക്കും. സത്യഭാമയുടെ മകൻ തന്നെയാടാ വിഷ്ണു. ബ്ലേഡ് സത്യഭാമയുടെ മകൻ. മൂർച്ച കൂടും, മൂർച്ച കൂടും, മൂർച്ച കൂടും. ആധാരം വിഷ്ണു, ഇത് വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് വെച്ച് ഞാൻ ചിലപ്പോ കടലാസ് പക്ഷി ഉണ്ടാക്കി കളിച്ചെന്നിരിക്കും. ഇനിയിപ്പോ അതും അല്ലെങ്കിൽ ഈ പെരുമഴ പെയ്യുമ്പോ മുറ്റത്ത് കളിവെള്ളം ഉണ്ടാക്കി കളിച്ചെന്നിരിക്കും. ഇനിയിപ്പോ അതും അല്ലെങ്കിൽ തണുപ്പ് കൂടുമ്പോ കത്തിച്ച് തീകായും. എന്താടാ ചതിച്ചും വഞ്ചിച്ചും അല്ലടാ സത്യഭാമ പണം ഉണ്ടാക്കിയത്. നേരായ മാർഗത്തിലൂടെ തന്നെടാ. അങ്ങനെയുള്ള പണം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നീ ഒരിക്കലും അറിയില്ല എന്റെപ്പാ. കാരണം നിന്റെ രക്തത്തിൽ അതില്ല. നേരും നിറയും. കേട്ടോ? അങ്ങനെയുള്ളവരെ നേരിടാനാടാ ഈ അവതാരം വിഷ്ണു. അപ്പൊ നമ്മൾ തമ്മിൽ ഇനി കാണാനിടവരുത് എന്ന് ദൈവത്തിനോട് നന്നായിട്ടങ്ങ് പ്രാർത്ഥിക്കണേ കേട്ടാ. പോട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.